ഇന്നത്തെ റെസിപ്പി പിലോപ്പി കറിയാണ് കേട്ടോ. പിലോപ്പി ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചത്. പിന്നെ വേണ്ടത് ഒരു തുടം കുടംപുളി, 2 പച്ചമുളക് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. പിന്നെ ഒരു അര സവാള, ഇഞ്ചി, ഒരു വെളുത്തുള്ളി, പിന്നെ ഒരു പകുതി തക്കാളി. മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എൻ്റെ ചട്ടിയിലെ പോലെ തന്നെ നിങ്ങൾക്കും ചട്ടിയിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടോയെന്ന് ഒന്ന് പറയണം കേട്ടോ, കമൻ്റ് ഇട്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് ഉലുവ. കടുകും ഉലുവയും പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി സവാള ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് വാടി തുടങ്ങുമ്പോൾ നമുക്കതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് വാടിയിട്ടുണ്ട് സവാള. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണാണ് ഇടേണ്ടത്. ഇതിപ്പോൾ എൻ്റെ മുളക് പൊടിക്ക് നല്ല എരിയുണ്ട്. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂണേ ഇടുന്നുള്ളൂ കേട്ടോ. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വയ്ക്കും. ഇത് നല്ലപോലെ കുറച്ച് വയ്ക്കണം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന കുടംപുളി, പിന്നെ പച്ചമുളകൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുടംപുളി ഇപ്പോൾ ഒഴിക്കേണ്ട കാര്യമില്ല, ആ വെള്ളം മാത്രം കുറച്ച് ഒഴിക്കുക. തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. ഈ സമയത്ത് ചുമ വരും കേട്ടോ. ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി, അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അരമുറി തക്കാളി മതി കേട്ടോ, അര കഷ്ണം. ഈ സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തക്കാളി നല്ലപോലെ ഉടഞ്ഞ് ഈ മുളകായിട്ട് ചേർന്ന് വെക്കണം. ഇത് തക്കാളി ഇട്ടിട്ടുണ്ട് കറിയില്ലെന്ന് തോന്നുന്നില്ല. ഇവിടെ ട്രഡീഷണൽ രീതിയിൽ വെക്കുന്നതിൽ തക്കാളിയൊന്നും ഇടാറില്ല. അതുകൊണ്ട് ഇവിടെ തക്കാളി ഇട്ടിട്ട് മീൻകറി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടാവില്ല പറയുമ്പോൾ. പക്ഷേ തക്കാളി ഇങ്ങനെ അലിഞ്ഞ് ചേർന്ന് കഴിയുമ്പോൾ തക്കാളി ഇട്ടിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. തക്കാളി നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കറിക്ക്. ഇപ്പോൾ തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തിളക്കട്ടെ. അപ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 1/2 കപ്പ് വെള്ളം കേട്ടോ. കാരണം ചാറ് കുറച്ച് കുറവായിരിക്കും അത്രയും മാത്രം വെള്ളം ഒഴിക്കുമ്പോൾ. അതുകൊണ്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ, കഴുകി വൃത്തിയാക്കിയ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് പിലോപ്പിയാണ് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ സമയത്ത് തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കരുത്. നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് മീനെ മുട്ടാതെ ചാറെടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇട്ട ഉടനെ തന്നെ ആയതുകൊണ്ട് മീൻ പൊടിഞ്ഞു പോവില്ല. പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ മീൻ നമ്മളിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ മീൻ വെന്ത് പൊടിഞ്ഞു പോകും.
അപ്പോൾ മീൻ ഇട്ട് കഴിഞ്ഞിട്ടും തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ ഇത്തിരി കുറച്ച് വയ്ക്കാം, സിമ്മിൽ വയ്ക്കാം, എന്നിട്ട് മൂടി വയ്ക്കാം കേട്ടോ. ഇത് 5 മിനിറ്റ് തിളയ്ക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോഴേക്കും മീൻ വെന്തിട്ടുണ്ടാവും. മീനൊക്കെ പെട്ടെന്ന് വേകും. പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കി ഉപ്പോ പുളിയോ എന്തെങ്കിലും കൂടുതലോ കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് കൂടുതലുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, വല്ല തേങ്ങാപ്പാലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കറി ആക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇങ്ങനെ കഴിക്കാനായിട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഇത് കണ്ടോ, സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞു. തേങ്ങാപ്പാലൊന്നുമില്ല, ഈ വെളിച്ചെണ്ണയാണ്, അത് തെളിഞ്ഞിട്ടുണ്ട് സൈഡിൽ. ഇപ്പോൾ 5 മിനിറ്റായി. മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് നോക്കാം. എല്ലാവരും പാകത്തിനാണ്.